ഹലോ വ്യൂവേഴ്സ്, ഇന്ന് കുറച്ച് ഞായറാഴ്ച വിശേഷങ്ങളായാലോ. ഞായറാഴ്ചയാണല്ലോ വീക്കിലി ഒരു ഓഫുള്ള ദിവസം. അന്ന് കുറേയധികം ജോലികൾ ഉണ്ടായിരിക്കേ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞിട്ട് തുണി കുറച്ച് കഴുകാനായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ തുണിയൊക്കെ അലക്കി ടെറസിൻ്റെ മേലെ വിരിക്കാനായിട്ട് വന്നേക്കാണ്. ഞാൻ സാധാരണയായിട്ട് ടെറസിൻ്റെ മേലെ തുണി ഇടാറില്ല, കാര്യം നല്ല വെയിലായതുകൊണ്ട് നരച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് നമ്മുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ സ്റ്റേജ് വരെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കുടുംബക്ഷേത്രമാണ് തൊട്ടടുത്ത് കാണുന്നത്, അതിൻ്റെ നേരെ ആയിട്ടാണ് നമ്മുടെ വീട് വരുന്നത്. അങ്ങനെ രാവിലെ അലക്കി എല്ലാ തുണികളും നമ്മൾ വിരിച്ചൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ചുമ്മാ അവിടെ നിന്ന് നോക്കിയപ്പോഴത്തേന് ഇത് കടച്ചക്കയാണ്. ഇത് തൊട്ടപ്പുറത്തെ പറമ്പാണ്. അതിനകത്ത് കടച്ചക്ക മരം കുറേ ഉണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് കറിവേപ്പും ഉണ്ട്. കറിവേപ്പ് സാധാരണ പിടിക്കാനായിട്ട് നല്ല പാടല്ലേ, പക്ഷെ അവരുടെ പറമ്പിൽ വലിയ വലിയ മരങ്ങൾ കുറേ ഉണ്ട്. അതിനകത്താണ് നിറച്ച് ഇലയുണ്ട്. അങ്ങനെ നമ്മുടെ തുണിയൊക്കെ വിരിച്ച് പതുക്കെ അടുത്ത പണികളിലേക്ക് കിടക്കുകയാണ്. എല്ലാ വീട്ടിലും കാണുമല്ലേ, പിള്ളേരുള്ള എല്ലാ വീട്ടിലും ഫുൾ ടൈം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ടി വി കാണും വിത്ത് കാർട്ടൂൺ അല്ലേ. ഇവിടുത്തെ ടി വി അങ്ങനെയാണ്. കാർട്ടൂൺ ഇല്ലാത്തൊരു നേരം അതിനില്ല. എല്ലാവരും കാണാതെ പഠിച്ച കാർട്ടൂണിനകത്തെ ഡയലോഗും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇന്ന് നമുക്ക് അപ്പമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. ഇവിടെ മുട്ടക്കറി ആയിട്ടല്ല വെക്കുന്നത്, ഉള്ളിപ്പെരട്ട് പോലെ വെച്ചിട്ട് മുട്ട പുഴുങ്ങി വെക്കും. അപ്പം മുട്ട പുഴുങ്ങിയതുമായി ഉള്ളിപ്പെരട്ടുമായി അപ്പമായി, അങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിരുന്നു. ഞാൻ പൊതുവേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കാത്ത ആളാണ്. പിന്നെ സൺഡേയ്സിൽ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് രാവിലെ കുറച്ച് ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിന്ന് ടയേർഡ് ആവുമല്ലോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അപ്പോഴും നമ്മുടെ കാർട്ടൂൺ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. കാർട്ടൂൺ മാറി എന്ന് തോന്നുന്നു. ഓരോരോ കാർട്ടൂണുകളായിട്ട് മാറി മാറി ഫുൾ ടൈം ഇതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. മേക്കപ്പ് സെറ്റുകളൊക്കെ ഒന്ന് അടുക്കി പറക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കിനും എനിക്ക് ബാലരാമപുരം വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എങ്കിൽ പിന്നെ പോയിട്ട് വന്നതിന് ശേഷം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചേ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച ഒരു വൈറ്റ് ടോപ്പായിരുന്നേ, ജീൻസിനൊക്കെ കൂടുതലിടുന്നൊരു ടോപ്പ്. ഈ ടോപ്പ് വാങ്ങിച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 5-6 മാസമായിട്ടുണ്ട്. ഈ 6 മാസത്തിനോടിടയ്ക്ക് ഇത് ഒറ്റ പ്രാവശ്യം ആകെ ഞാൻ ഇട്ടിട്ടുള്ളത്. കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനിങ്ങനെ കുറച്ച് ഫ്ലീറ്റ്സ് ഒക്കെ വരുന്ന ടൈപ്പാണ്. ഏതെങ്കിലും ഡ്രസ്സിൻ്റെ കൂടുതൽ ഇടാമെന്ന് വിചാരിച്ച് അയൺ ചെയ്തെടുത്ത് ഇട്ട് നോക്കുമ്പോഴത്തേനും ചിലപ്പോൾ ചേരത്തില്ലായിരിക്കും. അപ്പം ഇത് പിന്നീട് ഇടാമെന്ന് വിചാരിച്ച് എടുത്ത് മാറ്റി വെക്കുമ്പോഴത്തേനും അത് പെട്ടെന്ന് ഇങ്ങനെ ചുളിവ് വീഴും. അപ്പോൾ എപ്പോഴും തേക്കാനുള്ള മടി കൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത്. അങ്ങനെ ബാലരാമപുരത്ത് പോകാനായിട്ട് റെഡിയായി. ഇനി ഏത് കമ്മലിടണം എന്നുള്ളത് ഞാൻ എൻ്റെ ആഭരണപ്പെട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ട് നോക്കുകയാണ്. ഇത് മുകളിലത്തെ വിഷ്ണുകോവിലിലെ ഉത്സവത്തിൻ്റെ സമയത്ത് മേടിച്ചായിരുന്നു ഒരു കമ്മല്. അങ്ങനെ അതൊക്കെ ഇട്ട് വേറെ ഡ്രസ്സൊക്കെ ഇട്ട്, ഇന്നും പതിവ് പോലെ ആ വെള്ള എടുത്തിട്ടപ്പോൾ എനിക്ക് അത്ര രസം തോന്നിയില്ല. അതുകൊണ്ട് വേറെ ഡ്രസ്സൊക്കെ ഇട്ട് ട്രെൻഡ്സിൽ വന്നേ. ട്രെൻഡ്സിൻ്റെ പാർക്കിംഗ് കണ്ടോ. ഇവിടെ പാർക്കിംഗ് ഉള്ള വിവരം പൊതുവെ ആർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു. എപ്പോൾ വന്നാലും ഇവിടുത്തെ പാർക്കിംഗ് ഒന്നല്ലെങ്കിൽ ഒരു 2 വണ്ടി മാക്സിമം കാണത്തുള്ളേ. ബാക്കിയെല്ലാം പാർക്കിംഗ് വേക്കൻ്റ് ആയി കിടക്കും. ഇന്ന് പോയത് ക്രിസ്മസ് ഫ്രണ്ടിന് വാങ്ങിച്ച ഗിഫ്റ്റ്, ഞാനൊരു ഷർട്ടായിരുന്നേ വാങ്ങിച്ചത്. അത് ആൾക്ക് തീരെ ചെറുതായിരുന്നു. അപ്പോൾ വേറെ മാറ്റി മേടിക്കാനായിട്ട് വന്നായിരുന്നു. പിന്നെ കിഡ്സിന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. കിഡ്സിന് മാത്രമല്ല, മൊത്തത്തിൽ ട്രെൻഡ്സിൽ കുറേയധികം ഡ്രസ്സുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇത് ബാലരാമപുരത്തെ ട്രെൻഡ്സാണ്. അതിന് ചേച്ചിയുടെ മോൻ ശബരിമലയ്ക്ക് പോവുകയാണ് ഈ ആഴ്ച. അപ്പോൾ അവനൊരു ടീഷർട്ടും കൂടെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ കൂടെ കറങ്ങി ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇത് കുറേ സമയം എടുക്കും ട്രെൻഡ്സിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എല്ലാ തുണികളും മാറ്റി മാറ്റി നോക്കാൻ വേണ്ടിയിട്ട്. ട്രെൻഡ്സിൽ ഇപ്പോൾ ഇങ്ങനത്തെ കവറൊക്കെയാണ് കിട്ടുന്നത്. അജിയോടെ ഈ കവറ് നമുക്ക് തൂക്കി പിടിച്ചുകൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല. അങ്ങനെ വണ്ടി കൊണ്ട് പോയത് കൊണ്ട് അതൊരു ഉപകാരമായി. അങ്ങനെ അവിടുന്ന് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് കുറേ സമയം അതിനകത്തോടെ കറങ്ങി നടന്നു. 7000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 50% ഓഫ് ഉണ്ടായിരുന്നു. അവർ കുറേ എന്നെ ക്യാൻവാസ് ചെയ്യാൻ നോക്കി, പക്ഷേ ഞാൻ ഇപ്രാവശ്യം വീണില്ല. കാരണം മന്ത് ആയതുകൊണ്ട് പെട്രോൾ ടാങ്ക് ഇരുന്ന് മിന്നി മറിയുന്നുണ്ട്. അപ്പം നമുക്കിനി പോകുന്ന വഴിക്ക് പെട്രോൾ അടിച്ചിട്ട്, ഇത് ബാലരാമപുരത്ത് നിന്ന് വിഴിഞ്ഞം പോകുന്ന റോഡാണ്. അവിടുന്ന് പോയ വഴിക്ക് ഞാൻ കുറച്ച് ഓറഞ്ചും തണ്ണിമത്തനും മേടിച്ച് ചേച്ചിയുടെ പിള്ളേരുടെ അടുത്തേക്കാണ് പോണത്. ആഴ്ചയിലൊരിക്കൽ, ഇവിടെ എൻ്റെ ഓൺ സിസ്റ്റർ മാത്രമേ ഉള്ളൂ, പാരൻസൊക്കെ ഇടുക്കിയിലാണ്. അപ്പോൾ ആഴ്ചയിലൊരിക്കൽ ഇവളുടെ വീട്ടിലേക്ക് വലിഞ്ഞേറി ചെല്ലുമ്പോൾ എനിക്കൊരു മനസ്സുഖം, അതിനുവേണ്ടി പോകുന്നതാണ്. അങ്ങനെ അവിടെ പോയി കുറച്ച് നേരം കറങ്ങി നടന്ന് നമ്മൾ ഒരുമിച്ച് തണ്ണിമത്തനൊക്കെ മുറിച്ച് കഴിച്ച്. ഒരു വീടിന് മുറ്റത്ത് ഇങ്ങനത്തെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. അതുകൊണ്ട് ഒരു പച്ചപ്പും തണലൊക്കെ ഉണ്ട് മുറ്റത്ത്. ഇന്നലെ ആണെങ്കിൽ ഉണക്കമീൻ കൂട്ടി ചോറ് കഴിച്ചതാണേ. ഒരു മീനിൻ്റെ മുള്ള് തൊണ്ടയിൽ കുടുങ്ങി. അത് വലിയ ശല്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരു സൈഡിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് ഇരുന്ന് പഴുക്കണ്ടെന്ന് വിചാരിച്ച് എടുക്കാൻ വേണ്ടി 2 ഹോസ്പിറ്റലിൽ പോയിട്ട് 2ഉം പരാജയപ്പെട്ടു. അങ്ങനെ അതെടുക്കാതെ തിരിച്ചു വന്നിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ ചോറ് കഴിക്കുകയാണ്. ഉച്ചയ്ക്ക് ചോറിന് ഇത് നമ്മുടെ ഉണക്കച്ചെമ്മീനില്ലേ, അതിൻ്റെ ചമ്മന്തി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ തൈരുണ്ടായിരുന്നു. പിന്നെ ഒരു തോരനും അവിയലൊക്കെ ഉണ്ടായിരുന്നേ. അവിയൽ ഞാൻ എടുത്തില്ല. ടെറസിൻ്റെ മേലെ ഇട്ടുകൊണ്ട് തന്നെ നമ്മുടെ തുണി നല്ല പപ്പടം പോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇതിനെയൊക്കെ ഇനി പെറുക്കി മാറ്റി വെച്ചിട്ട് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ സർവമായ സിനിമ കാണാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റേ ഭബ ആ സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതത്ര പോരായിരുന്നു. അപ്പോൾ ഈ സിനിമ നല്ലതെന്ന് കുറേ പേര് റിവ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നെല്ലിമൂട് തിയേറ്ററിലാണ് നമ്മൾ ഇന്ന് സിനിമ കാണാൻ പോയത്.
അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു സിനിമയായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം എന്തെങ്കിലും ഇത്തിരി കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമ വന്നത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ട് ഏകദേശം 5 മണി കഴിഞ്ഞപ്പോൾ 2:30-ക്കത്തെ ഷോയ്ക്കായിരുന്നേ പോയെ. 5 മണി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലെത്തി. ഇങ്ങനെ ഇനി എണ്ണയൊക്കെ തേച്ച് ഇനി ഒരു കുളിയാണ്. കാര്യം രാവിലെ തൊട്ട് നമുക്കിങ്ങനെ ഒരു അലച്ചിലായിരുന്നല്ലോ. അങ്ങനെ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഈവനിങ് കുറച്ച് നേരം ചുമ്മാ കാറ്റൊക്കെ കൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചൊരു സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് പെട്ടെന്നല്ലേ ഒരു ഞായറാഴ്ച ഉള്ളത് പോകുന്നത്. നേരം വെളുക്കുന്നത് അറിയാം, അപ്പോൾ തന്നെ വൈകുന്നേരം ആവുകയും ചെയ്യും. പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു അവധി ദിവസം ആയതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങ് പോകുമല്ലോ. അങ്ങനെ വൈകുന്നേരമായി. നാളെ ഇടാനായിട്ടുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്തെടുത്ത് മാറ്റി വെക്കുകയാണ്. ഞാൻ എപ്പോഴും തലേന്നേ ഡിസൈഡ് ചെയ്യും നാളെ എന്തിടണം എന്നുള്ളത്. അപ്പോൾ രാവിലത്തെ കൺഫ്യൂഷൻ ഒഴിവാക്കാമല്ലോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു കുട്ടി വീഡിയോ. താങ്ക്